Hello, hi, dear friends. അപ്പോൾ നമ്മളുടെ വെനസ്ഡേ ദാറ്റ് ഈസ് ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണ്. ഇന്ന് ഞാൻ മുഖ സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങളല്ല പറയുന്നത്, നമ്മളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശരീര സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓരോരുത്തരുടെയും കണ്ണിനെ ആശ്രയിച്ചിരിക്കും ശരീര സൗന്ദര്യം. എങ്കിലും നല്ലൊരു ഹെൽത്തി ബോഡി ആകാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാർ നമുക്ക് തടി കൂടുന്നു എന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? കുടവയർ, അതായത് വയറിൻ്റെ ഭാഗത്തെ വണ്ണം കുറയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാവരുടെയും പ്രശ്നം അതാണ്, വയറിൻ്റെ ഭാഗം. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. വണ്ണം വയ്ക്കുമ്പോൾ എന്താ പറ്റുക? വയറിൻ്റെ ഭാഗത്താണ് ഫാറ്റ് കൂടി വരുന്നത്, അപ്പോൾ കുടവയർ വരുന്നു. ഈ വയറ് കുറയ്ക്കാനായിട്ട് എന്താണ് ഒരു മാർഗ്ഗം? പല മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ പല രീതിയിൽ ആൾക്കാർ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. ഭക്ഷണം ക്രമീകരിച്ച്, പട്ടിണി കിടന്ന്, പിന്നെന്താ പറയുക, ഡയറ്റ് ചെയ്ത്, പല ടൈപ്പ് ഓഫ് ഡയറ്റ് എടുത്തിട്ട്, വെയിറ്റ് ലോസ് എന്നിട്ട്. ഈ വെയിറ്റ് ലോസ് എടുക്കുന്നത് എന്തിനാണ്? വെയിറ്റ് ലോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ഈ ശരീരഭാഗങ്ങളുടെയും വണ്ണം കുറഞ്ഞിട്ട് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇത് കൂടാണ്ട് എക്സസൈസ് ഒരു നല്ല മാർഗ്ഗമാണ്. നന്നായിട്ട് ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യുക, പിന്നെ ഓടാൻ പോവുക, പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ജോഗിങ്ങും. പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ യോഗയിൽ തന്നെ പല രീതിയിൽ യോഗ ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയുന്ന യോഗയുടെ കുറേ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നമുക്ക് അത്രയൊന്നും ചെയ്യാനുള്ള സമയമില്ല, അല്ലെങ്കിൽ മടിയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ചെറിയ എളുപ്പമാർഗ്ഗം ഉണ്ടോ വയറ് കുറയാനെന്ന്. അപ്പോൾ അങ്ങനെ എളുപ്പമാർഗ്ഗങ്ങൾ തേടി നടന്ന കൂട്ടത്തിലാണ് ഞാൻ ഇങ്ങനൊരു മാർഗ്ഗത്തിൽ എത്തിയത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു വ്ളോഗ് ഞാൻ ഇട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഭക്ഷണം എന്ന് പറഞ്ഞ് ഞാൻ കുടിച്ച് കാണിച്ചത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചില നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടാണ്. ആ ഗ്ലാസ്സിൽ കണ്ട വെള്ളം എന്ന് പറഞ്ഞാൽ ജീരകവെള്ളമായിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് പേര് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചു, ചേച്ചി എന്തിനാണ് രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളത്തിൽ നാരങ്ങ ഒഴിച്ച് കുടിക്കുന്നതെന്ന് ചോദിച്ചു. കുറേ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിരുന്നു അതിനകത്ത് തന്നെ, പക്ഷേ എല്ലാവർക്കും അത് അറിയാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വയറ് കുറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടോട്ടലായിട്ട് ശരീരം ഒന്നുകൂടി ഒന്ന് ഒതുങ്ങാനും കുടവയറ് കുറയാനും വയറിൻ്റെ ഭാഗം ഒന്ന് ഒതുങ്ങി കിട്ടാനുമാണ് അങ്ങനെ കുടിക്കുന്നത്. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഒരുപാട് പേര് ചോദിച്ചു, ഈ നാരങ്ങ നീര് ഒഴിച്ചാൽ, എന്നും നാരങ്ങ നീര് കുടിച്ചാൽ അസിഡിറ്റി ഉണ്ടാവില്ലേ, വയറിന് നല്ലതാണോ വെറും വയറ്റിൽ കഴിക്കുന്നത്? ഇത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം ഞാനിപ്പോൾ പറയുന്നുണ്ടാകും. അതായത് ക്യുമിൻ സീഡ് എന്ന് പറയുന്ന നമ്മളുടെ നല്ല ജീരകം ഞാൻ കാണിച്ചു തരാം. സാധാരണ ജീരകമാണ് നമ്മുടെ നല്ല ജീരകം, അതായത് തോരനോ അവിയലിനോ ഒക്കെ അരയ്ക്കുന്നത്. ഈ ജീരകം എന്ന് പറയുന്നതിന് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് ഉണ്ട്, എസ്പെഷ്യലി വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ജീരകത്തിന് എങ്ങനെയാണ് വയറ് കുറയ്ക്കാനും ഫാറ്റ് ബേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യം വരില്ലേ? സ്വാഭാവികം. അപ്പോൾ ക്യുമിൻ സീഡ് എന്ന് പറഞ്ഞാൽ കാലറിയുടെ കാര്യത്തിൽ വളരെ ലോ കാലറിയുടെ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, അതിൻ്റെ ഗുണങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ ജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് പോളിഫിനോൾസ്. എന്താണ് ഈ പോളിഫിനോൾസ്? പോളിഫിനോൾസ് എന്ന് പറയുന്ന ഈ കാര്യത്തിന് അതൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതിലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഡൈജഷനെ സഹായിക്കും, വെയിറ്റ് ലോസ് ജേർണിയിലും സഹായിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മൈക്രോ ന്യൂട്രിയൻറ്റിലുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ജീരകത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് തൈമോൾ. തൈമോൾ എന്ന് പറയുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് ക്യുമിൻ സീഡിലുള്ളത്. തൈമോളിൻ്റെ ഗുണങ്ങൾ എന്താണെന്നല്ലേ? തൈമോൾ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പെട്ടെന്ന് ദഹിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് തൈമോൾ. ഈ കോംപ്ലക്സ് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉള്ളിൽ ചെല്ലുന്ന ഫാറ്റ് ഉണ്ടാകും, പിന്നെന്താ പറയുക, പ്രോട്ടീൻസ് ഉണ്ടാകും, ധാരാളം പ്രോട്ടീൻസ്, ഫാറ്റ്, അതുപോലെ ഷുഗർ. ഇത്തരം കാര്യങ്ങളെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പെട്ടെന്ന് ദഹിപ്പിച്ച് തരാനായിട്ട് തൈമോൾ സഹായിക്കും. അപ്പോൾ ഈ തൈമോൾ എവിടെയുള്ളത്? നമ്മുടെ ജീരകത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഡൈജഷൻ പ്രോസസ്സ്, നമ്മളുടെ ദഹന പ്രക്രിയ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താനും സ്മൂത്ത് ആക്കാനും ജീരകവെള്ളത്തിന് കഴിവുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ജീരകവെള്ളം കുടിച്ചാൽ നമ്മുടെ ഡൈജഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. ഇത് കൂടാണ്ട് ജീരകത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ജീരകം നമ്മളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കിയാൽ, ജീരകവെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എല്ലാ ടോക്സിൻസും, ഈ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് ഉള്ളിലേക്ക് ചെന്നാൽ ബോഡിയിലുണ്ടാകുന്ന ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷാംശമുള്ള കാര്യങ്ങൾ, ബോഡിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, അത് ബോഡിയിൽ നിന്നും ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയും.
അത് പുറത്തേക്ക് പുറന്തള്ളാൻ ഇത് സഹായിക്കും. അങ്ങനെ നമ്മളുടെ ശരീരം എന്ത് ആകും? നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല ഫിറ്റ് ആൻഡ് ഹെൽത്തി ബോഡി ആയിട്ട് മാറും. അപ്പോൾ ജീരകത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ ജീരകം ചേർത്തിട്ടുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാര്യം ഞാൻ കുടിക്കുന്ന ഒരു കാര്യമാണ് ഈ ജീരകവെള്ളം. പിന്നെ ജീരകത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പവർ ഹൗസ് ഓഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ബയോ ആക്റ്റീവ് കോമ്പോണൻസ് ആണ് അതിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ചില ടൈപ്പ് ഓഫ് വണ്ണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ചില ഒബിസിറ്റീസ് ഉണ്ട്. അത്തരം ഒബിസിറ്റി അല്ലെങ്കിൽ അത്തരം വണ്ണമൊക്കെ ഇപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരം നീരാണ്, അതെല്ലാം ഉണ്ടാകാതിരിക്കാനും നമ്മൾ ഈ ജീരകവെള്ളം കുടിക്കുകയാണെങ്കിൽ സഹായിക്കും. അപ്പോൾ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ജീരകത്തിലുണ്ട്. അപ്പോൾ അത് മറ്റൊരു പ്രധാന കാര്യമാണ്. ജീരകവെള്ളം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതായത് ബ്ലഡ് ഷുഗർ ലെവൽസ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ടും ജീരകവെള്ളത്തിന് സഹായിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കുറച്ച് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ജീരകത്തിൽ. അതുകൊണ്ട് തന്നെ അനീമിക് ആകുന്ന ഒരു ടെൻഡൻസി ഉള്ളവർക്കും വളരെ നല്ലതാണ് ജീരകവെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യാനും ജീരകവെള്ളത്തിന് കഴിവുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ജീരകവെള്ളം എന്ന് പറയുന്നത് ജീരകമിട്ട് തിളപ്പിച്ച വെള്ളത്തിന്, അല്ലെങ്കിൽ ജീരകം തലേ ദിവസം തന്നെ ജീരകം വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ ആകുമ്പോൾ അത് അരിച്ചെടുത്ത് കുടിക്കുന്ന വെള്ളത്തിനുമൊക്കെ ഒരുപാട് ഗുണം കിട്ടും. പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിനുമൊക്കെ വളരെ നല്ലതാണ്. ഈ ടോക്സിൻസ് എല്ലാം ഇങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനപ്പോൾ അതല്ല ഫോക്കസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ വയറിൻ്റെ ഫാറ്റ് ഡിപ്പോസിറ്റ്സ് കുറയ്ക്കാനും നമ്മളുടെ വയറ് കുറച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അല്ലേ. ഒരു കുടവയറെന്നുള്ളത് മാറിയിട്ട് സാധാരണ വയറിലേക്ക് കൊണ്ടുപോകാനും ബോഡി വെയ്റ്റ് കുറേ ഒരു പരിധി വരെ ബോഡി വെയ്റ്റ് കുറച്ച് വയറ് കുറയ്ക്കാനായിട്ടുള്ളൊരു മാർഗ്ഗം എന്നുള്ള നിലയ്ക്കാണ് ഇത് പറയുന്നത്. പക്ഷേ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിക്ക് ചെയ്യണം. അത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ കണ്ടു നോക്കും. നമ്മൾ എങ്ങനെയാണ് ഈ ഡീടോക്സ് ചെയ്യുന്ന ഈ വയറ് കുറയ്ക്കുന്ന ഈ ജീരക വെള്ളത്തിൻ്റെ മിക്സ്ചർ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, ചെറിയ ഡെമോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ജീരക നാരങ്ങ വെള്ളം തയ്യാറാക്കാം. ഓക്കെ, 1 ഗ്ലാസ് വെള്ളം അളന്നെടുക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ക്യുമിൻ സീഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൽ കിടക്കട്ടെ. ഇനി വേണ്ടത് ഒരു അര നാരങ്ങയുടെ ജ്യൂസ്. ഇപ്പോൾ ഏകദേശം ഇത്രയും നാരങ്ങാ നീര് കിട്ടി. ഓൾമോസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വെള്ളം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇനി ഇതിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് തിള വന്നു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ജീരകത്തിൽ നിന്നുള്ള സത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിൽ കിട്ടണം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്തിട്ട് അല്പം തണുക്കാനായിട്ട് വെക്കണം. ഇനി ചെറു ചൂടുള്ള സമയത്താണ് നമ്മളിതിലേക്ക് നാരങ്ങാ നീര് എടുത്ത് വെച്ചിരിക്കുന്നതും ചേർക്കേണ്ടത്. ഇനി തണുക്കട്ടെ. ഒരു ലൂക്ക് വാം വാട്ടർ ആകണം. ചെറു ചൂടുള്ള ജീരകവെള്ളമായി ഇത് മാറണം. അപ്പോൾ അല്പം തണുത്തിട്ടുണ്ട് ജീരകവെള്ളം. അത് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു യെല്ലോ കളറിലൊരു പാനീയമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ചെറു ചൂടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതിലേക്ക് നാരങ്ങയുടെ നീര്, ഒരു വലിയ നാരങ്ങ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, ചെറിയ നാരങ്ങ ആണെങ്കിൽ ഒരു ഹോൾ തിങ് എടുക്കുക. 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. ഇത്ര ആവശ്യമുള്ളൂ. നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ നന്നായിട്ട് അമിതവണ്ണം കുറയ്ക്കാനും അതുപോലെ കുടവയറ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന് മാറ്റും. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാ ദിവസവും വെറും വയറ്റിൽ ആഹാരം കഴിക്കുന്നതിന് മുന്നേ രാവിലെ കുടിക്കുക. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ സമയം ഭക്ഷണമൊന്നും കഴിക്കരുത്. അതിനുശേഷം മാത്രം നോർമലായിട്ടുള്ള ഫുഡ് നമുക്ക് സാധാരണ കഴിക്കുന്ന എന്താണോ അത് കഴിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസം തുടങ്ങേണ്ടത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഹണി അഥവാ തേനും ചേർക്കാം. അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതിൻ്റെ രുചി കൂട്ടാനായിട്ടുള്ള മാർഗ്ഗങ്ങളും അത് ഹെൽത്ത് റീസൺസിനും ഹണി വളരെ നല്ലതാണ്. പക്ഷേ ഹണി ഒന്നും നിർബന്ധമില്ല. പക്ഷേ ഈ ഒരു കാര്യം ജീരക വെള്ളത്തിൻ്റെ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം, നാരങ്ങാ നീര് അത് അങ്ങനെ തന്നെ യോജിപ്പിച്ച് കുടിക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ആ ജീരക വെള്ളം ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ കറക്റ്റ് ആ മെഷർമെൻറ്റ് തന്നെ 1 ഗ്ലാസ്സിന് 1 ടീസ്പൂൺ ജീരകം തന്നെ ഇട്ട്
തിളപ്പിച്ച് ആ പറഞ്ഞ അത്രയും സമയം തിളപ്പിച്ച് അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് ചെറു ചൂടോട് കൂടിയാണ് നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് കുടിക്കേണ്ടത്. പിന്നെ കുടിക്കേണ്ട സമയം വളരെ പ്രധാനമാണ്. വെറും വയറ്റിൽ കഴിച്ചാലാണ് കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത്. രാവിലെ എണീച്ച് ആദ്യത്തെ ഭക്ഷണമായിട്ട് അത് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മറ്റ് ഭക്ഷണമൊന്നും കഴിക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാം. അപ്പോൾ ജീരകം ചേർന്ന ഈ ജീരകവെള്ളം കുടിച്ചാൽ ഇത് വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റബോളിസം കൂട്ടും. നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കൂട്ടുന്നതോടൊപ്പം അത് നല്ലതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് വരുന്നതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു, ആവശ്യമില്ലാത്ത ഫാറ്റ് ബേൺ ചെയ്ത് കളയും. പിന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഫാറ്റ് കുറവുള്ള ഭക്ഷണം കഴിക്കുക, പക്ഷേ ശരീരത്തിന് ആവശ്യമുള്ള ഫാറ്റ്, അതായത് ഹെൽത്തി ഫാറ്റ് തീർച്ചയായിട്ടും കഴിക്കണം. ഇപ്പോൾ നട്ട്സ്, പലതരം നട്ട്സ്, ഇപ്പോൾ വാൾനട്ട്സ് ആണെങ്കിൽ, ആൽമണ്ട്സ് ആണെങ്കിൽ, കപ്പലണ്ടി ഇതുവഴിയൊക്കെ കിട്ടുന്നത്, പിന്നെ പല ടൈപ്പ് ഓഫ് ഫിഷ്, മത്സ്യം, മുട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി കിട്ടുന്ന ഫാറ്റ്, പിന്നെ ഫ്രൂട്ട്സ്, പല ഇപ്പോൾ അവക്കാഡോ പോലുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം കിട്ടുന്ന കാര്യങ്ങൾ വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നോർമലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലടങ്ങിയ ഭക്ഷണം ഒന്ന് കുറച്ച് കൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ വണ്ണം കുറയും. പിന്നെ ഇതൊരു എളുപ്പ വഴിയാണ്. നമ്മളിത് സാധാരണയായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുക. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ട്രീറ്റ്മെൻറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം ഇതിന് വേറെ ദോഷമൊന്നുമില്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ്, നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു റുട്ടീനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ ഒരു ടേപ്പ് എടുത്തിട്ട് വയറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മെഷർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് കാണാൻ സാധിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റം അറിയാം, സെക്കൻഡ് വീക്ക് കഴിയുമ്പോൾ വീണ്ടും അറിയാം. അങ്ങനെ ഒരു മാസമാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. വേറെ ഒരു ദോഷമില്ല, നല്ലത് മാത്രമേ ഉള്ളൂ. സ്കിന്നിനുമൊക്കെ വളരെ നല്ലതല്ലേ ജീരകം. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ട്, അപ്പോൾ ടോട്ടൽ ബോഡി വെയിറ്റ് കുറയുന്നു എന്നുള്ള കാര്യം അറിയണമെങ്കിലും അതും ബോഡി വെയിറ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ കഴിക്കുന്നതാണ്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ എന്താ പറയുക, കണ്ടീഷൻസ് ഡിഫറെൻ്റാണ്. വേറെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഉള്ളത് ആൾക്കാരാണെങ്കിൽ ഇത് ഒരു മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്യാം. എന്നിട്ട് മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തായാലും ജീരകത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിന് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അതും നാരങ്ങാനീരും ചേർന്ന് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഗുണം. പിന്നെ നാരങ്ങാനീരിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അറിയാലോ, വൈറ്റമിൻ സിയുടെ നല്ലൊരു സോഴ്സാണ്. അതിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതും ശരീരത്തിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാ രീതിയിലും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരിക. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ചിലപ്പോൾ കുറച്ച് താമസിച്ചായിരിക്കും കിട്ടുന്നത്. എന്തായാലും ഞാൻ ഒരു മാസത്തെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.